ജൂലൈ 9 ചൊവ്വാഴ്ച. മത്തായി 9:32 മുതൽ 38 വരെ വാക്യങ്ങൾ. ഞാൻ ഈ ആഴ്ച വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ. രാജ്യത്തിൻ്റെ മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ 8% നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ പങ്കാണ്. അതുപോലെ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 4% ഇവിടെയുള്ള ആളുകളാണ്. ഇവർ 200-ലധികം വിവിധ ഭാഗങ്ങളിലുള്ള പട്ടികവർഗക്കാരാണ്. നോർത്ത് ഈസ്റ്റിലെ കത്തോലിക്ക സഭ താരതമ്യേന ചെറുപ്പമാണ്. എന്നാലും നിരക്ഷരത, രോഗം, ദാരിദ്ര്യം മുതലായവ ഇല്ലാതാക്കുന്നതിനുള്ള സാമൂഹ്യ ബാധ്യതയിൽ സഭ വളരെയധികം ശ്രദ്ധ ചെലുത്തി ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസൃതമായി കത്തോലിക്ക സഭ ഈ പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തിക വികസനത്തിന് വളരെയധികം സംഭാവന ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ പ്രതിബദ്ധത എന്നീ സേവനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, കൊയ്ത്ത് സമൃദ്ധമാണ്, പക്ഷെ വേലക്കാർ ചുരുക്കം. വിളവെടുപ്പിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ യജമാനോട് ആവശ്യപ്പെടുക. ഇന്ന് നമ്മുടെ ലോകത്തിൽ നാം ആണ് യേശുവിൻ്റെ ശിഷ്യന്മാർ. ഇന്ന് യേശു നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുന്നു, കൊയ്ത്ത് സമൃദ്ധമാണ്, പക്ഷേ വേലക്കാർ ചുരുക്കമാണ്. ദരിദ്രരോടും രോഗികളോടും അടിച്ചമർത്തപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അജ്ഞരോടും ഉള്ള അനുകമ്പയാണ് യേശുവിനുണ്ടായിരുന്നത്. ഈ അനുകമ്പയാണ് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താനും ഭൂതോച്ചാരണം നടത്താനും പഠിപ്പിക്കാനും പ്രസംഗിക്കാനും ഉള്ള യേശുവിൻ്റെ ഊർജം. ഇന്നും എല്ലാ ദിവസവും മറ്റുള്ളവരെ പരിപാലിക്കാൻ യേശു നമ്മെയും ക്ഷണിക്കുകയാണ്. വേദന കൊണ്ട്, ഏകാന്തത കൊണ്ടും പ്രയാസപ്പെടുന്ന വ്യക്തികൾ ഒത്തിരിയുണ്ട്. യേശുവിൻ്റെ ഈ ആഹ്വാനത്തോട് നാം എങ്ങനെ പ്രതികരിക്കും? യേശുവിനെ സഹായിക്കാൻ ജോലിക്കാർ വേണം. നമ്മുടെ ഭാഗം ചെയ്യാൻ അവൻ നമ്മെ വിളിക്കുന്നു. തൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ചില ജോലികൾ നമ്മെ ഏൽപ്പിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. നാം അവനെ അനുഗമിക്കുമോ, അതോ അവൻ നമ്മെ വിളിക്കുമ്പോൾ നാം അവനെ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുമോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ഷില്ലോങ്, മേഘാലയ.